അതിന് പേടിയാണല്ലോ എല്ലാരും കാണുമ്പോൾ സ്ഥലത്ത് എത്തിക്കാം. അവിടെ നിന്ന് അപ്പുറം പിടിക്കാം. മൃതിയേക്കാൾ ഭയാനകം. ഈ വരികൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്റെ വാക്കുകൾ തുടങ്ങട്ടെ. അധിനിവേശത്തിന്റെ കാഴ്ചകൾ പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്ത വികാസത്തിലേക്ക് കടന്നുവന്ന സുവർണ ദിനമാണ് 1947 ഓഗസ്റ്റ് 15. വിദേശ ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം പൊട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന മഹത്തായ ശിഖരം. ഓഗസ്റ്റ് 15 ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിവസമായിരുന്നു. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിന്റെ ആവേശപൂർവ്വമായ ഓർമ്മപുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് 15. അന്ന് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് ജവഹർലാൽ നെഹ്റു ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയതോടെയാണ് നീണ്ട വിദേശാധിപത്യത്തിൽ നിന്നും ഇന്ത്യ മോചനം നേടിയത്. സ്വാതന്ത്ര്യത്തിന് രാജ്യദൈവം ത്രിവർണ്ണ പതാക ഉയർത്തുമ്പോൾ വേഷത്തിന്റെയും ഭാഷയുടെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ കുറുമുടിയിലെത്തും. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അതിരെപ്പോലും മുട്ടുമടക്കിച്ച നിശ്ചയദാർഢ്യത്തോടെ ആത്മബലത്തോടെ പോരാടിയ പൂർവികരുടെ കഥകൾ പുതുതലമുറയ്ക്ക് വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പറയും ഓരോ ഭാരതീയനും. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന ബഹുമതിയോടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നമ്മുടെ രാജ്യത്തെ തലയിരിക്കുന്നു. അഹിംസയിലൂന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവെട്ടുന്നു. കൊലപാതകങ്ങളും സ്ത്രീധന മരണങ്ങളും കുഞ്ഞുങ്ങളുടെ മേലുള്ള അതിക്രമങ്ങളും തുടർക്കഥയാവുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സമീപകാലങ്ങളിൽ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ വെല്ലുവിളികളാണ് പ്രതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും കൂടെ മഹാമാരിയായ കോവിഡും. കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യ ദിനത്തെ വരവേറ്റത് മഹാപ്രളയക്കെടുതിയിൽ മുങ്ങിക്കൊണ്ടായിരുന്നു. ഈ വർഷം സ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. എല്ലാം അതിജീവിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ഇന്ന് ഇന്ത്യൻ ജനത. ഭാരതം എന്റെ നാടാണ്. എല്ലാ ഭാരതീയരും എന്റെ സഹോദരന്മാരാണ് എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ദേശഗാനം പാടുമ്പോഴും ദേശപതാക ഉയർത്തുമ്പോഴും അവയെല്ലാം നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാനുള്ള മന്ത്രധ്വനികളായി മാറണം. ഒത്തൊരുമയോടെ ഒറ്റ ഇന്ത്യക്ക് നമുക്ക് പോരാടാം. ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വമെന്ന മന്ത്രം ലോകത്തിന് കാട്ടിക്കൊടുക്കാം. നന്ദി, നമസ്കാരം.